ഇവിടെ ഇപ്പോഴും CAG-യുടെ നമ്മുടെ കേരള പതിപ്പുണ്ട്. എന്ത് ഫലം? അവർക്ക് കൊടുക്കേണ്ടതെല്ലാം ഈ ദേവസ്വം ബോർഡുകാർ കൊടുക്കും. അവന്മാർ ഏതെങ്കിലും ഒരു റിപ്പോർട്ട് ചന്തു നായരോ ഞാനോ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഒരു റിപ്പോർട്ടിന് ശബരിമല ഈ ജയകൃഷ്ണൻ എന്ന് പറഞ്ഞ ഈ പാവപ്പെട്ട ഈ ജഡ്ജി ഇല്ലായിരുന്നെങ്കിൽ നമ്മളിത് ഇവിടെ സംസാരിച്ചിരിക്കുമോ? അദ്ദേഹമല്ലേ ഇത് വെളിയിലാക്കിയത്. അപ്പം ഓഡിറ്റ് റിപ്പോർട്ടൊക്കെ പോക്കാണ്. അപ്പൊ CAG വന്നാൽ നമ്മുടെ വിനോദ് റായ് സാറ്, പരിണിത പ്രജ്ഞനായ വിനോദ് റായ് സാറ് 186,000,000 എനിക്കത് എഴുതാൻ അറിഞ്ഞൂടാ, 186.9 എഴുതണം. 2G സ്പെക്ട്രം കൊണ്ടുവന്നത് വിനോദ് റായ് സാറാണ്. അത് വേണമെങ്കിൽ നമുക്ക് വേറൊരു ചർച്ചയിൽ കൊണ്ടുവരാം, എന്ത് സംഭവിച്ചു എന്ന് അവസാനം. CBIയുടെ പോക്കൃത്തനം ഒക്കെ അതിൽ വരും. അപ്പോൾ അത് വന്നിട്ട് അതിനുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇവിടെ ശബരിമലയിലും ഗുരുവായൂരും ഈവൻ പത്മനാഭസ്വാമി CAG വന്നോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. വിനോദ് റായ് സാർ വന്നിരുന്നു, പക്ഷെ അത് CAG ആയിട്ടല്ല വന്നത്. ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവരുടെ റിപ്പോർട്ട്, വിനോദ് റായ് സാറിനെ പോലെ ഒരുപാട് ആളുകൾ IRS ഓഫീസേഴ്സ് ഉണ്ട്. സോറി, IAS ഓഫീസേഴ്സ് വന്നു കഴിഞ്ഞാൽ ഒരു വലിയ അഡ്വാൻറ്റേജ് എന്താന്ന് പറഞ്ഞാൽ ഈ റിപ്പോർട്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം ഈ CAG എന്ന് പറയുന്നത് നമ്പർ 9 ആണ് ഓർഡർ ഓഫ് പ്രസൻസിൽ. അത് കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റാണ്. ഒരൊറ്റ IPS IAS കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റ് ഇല്ല ഇവിടെ ഇന്ത്യയിൽ. ഇവർക്ക് മാത്രമേ ഉള്ളൂ IAS. അപ്പം ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റ് എന്തുകൊണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ഈ CAG-യുടെ റിപ്പോർട്ട് ഇമ്മീഡിയറ്റ് പാർലമെന്റിൽ വെക്കണം. പാർലമെന്റിൽ വെച്ചാലുള്ള പൂവിൽ അറിയാമല്ലോ ചന്തു നായർക്ക് പിന്നെ എന്ത് സംഭവിക്കുന്നു. ഇതെല്ലാം ഈ 2G സ്പെക്ട്രം ഒക്കെ പാർലമെന്റിൽ വെച്ചു. അങ്ങനെയുള്ള ഒന്നും നമ്മുടെ ഈ SIT-യോ നമ്മളെ ഇവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഓഡിറ്റ് പാർട്ടിയോ ഇപ്പൊ ഇവിടെ ഉള്ള കോപ്പറേറ്റീവ് ബാങ്കോ ഒക്കെ എത്ര ഓഡിറ്റ് പാർട്ടി എന്തെല്ലാം ചെയ്തു. അല്ല, അപ്പം കേന്ദ്രം വന്നു കഴിഞ്ഞാൽ മാത്രമേ CAG അങ്ങ് പറയുമ്പോഴുള്ള ഓഡിറ്റ് നടക്കത്തുള്ളൂ. അത്രേ ഉള്ളൂ. അപ്പം വരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ടോ? സാധ്യത നമുക്കിങ്ങനെ പൊന്തം തവളകളെ പോലെ പലരും പല കോണുകളിൽ നിന്ന് ഇങ്ങനെ ഒരു നമുക്കിങ്ങനെ ആഗ്രഹിക്കാൻ ഞാൻ 1.5 മാസമായി പറയാൻ തുടങ്ങി. അതല്ലേ, പല കോണുകളിൽ നിന്ന് ഇപ്പോൾ ഉയർന്നു വരുന്ന ആവശ്യം ഇതൊരു കേന്ദ്ര നിയന്ത്രണത്തിലേക്ക് ഈ തീർത്ഥാടന കേന്ദ്രത്തെ കൊണ്ടുപോകാനുള്ള ഒരു സാധ്യതകൾ കാണും. ചന്തു നായർ ഇത് വരാതെ പിന്നെ എങ്ങനെ ഇവിടെ ഇതിൽ അഴിമതി നമ്മൾ എക്സ്പോസ് ചെയ്യും? മാത്രമല്ല ഇനി 10 ടെമ്പിളുണ്ട്. മലയോലപ്പുഴ, പിന്നെ മുണ്ടക്കയം കാട്ടിനകത്തൊരു ഇതുണ്ട്, പിന്നെ ഏറ്റുമാനൂർ, അവിടെ പൊന്നാന വരെ ഉള്ളത് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് പറയുന്നു. ഇവിടെ എല്ലാ അഴിമതിയും. ശബരിമല തന്നെ മാത്രം ഒരു IG അന്വേഷിക്കേണ്ടതുണ്ട്. പിന്നെ NIA-യിലോ CBI-യിലോ ഒരു IG, സൈബറിയിലോ മാത്രം. ഇത് മാത്രമല്ല, എല്ലാവരും കട്ടളപ്പതി ധാരാളി ഇങ്ങനെ നടക്കുകയാണ്. അവിടെ വേറെ ഒരുപാട് പരിപാടികളുണ്ട്, ഒരുപാട് പരിപാടികൾ.